പുറത്തേക്ക് വന്നപ്പോൾ വാതിലിനരികിൽ തടിച്ച ശരീരവും കഷണ്ടി തലയും പരുക്കൻ രൂപവുമുള്ള ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടു. വാവ്, എന്തൊരു സൗന്ദര്യം! നിന്നെ കണ്ടതു മുതൽ എനിക്ക് തോന്നുന്ന വികാരം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാണിച്ചു തന്നാലേ മനസ്സിലാകൂ. ഹൗ ഡെയർ യു! നീ ഒരു വൃത്തികെട്ട, യാതൊരു സംസ്കാരവും ഇല്ലാത്ത മനുഷ്യനാണ്. കൊള്ളാം. ഈ വൃത്തികെട്ട വർത്താനം നിന്റെ അമ്മയോടും പെങ്ങളോടും പോയി പറ. നല്ല ചൂടിലാണല്ലോ. എനിക്ക് അമ്മയും ഇല്ല പെങ്ങളും ഇല്ല. അതുകൊണ്ട് നീ തന്നെ എന്നെ പഠിപ്പിച്ചാ മതി. നാണം ഇല്ലാത്തവനെ, എന്റെ കൈവിട്. ഒട്ടും ആലോചിക്കാതെ പല്ലവി അവന്റെ കവിള താഞ്ഞൊരടി കൊടുത്തു. കോപം കൊണ്ട് വിറച്ച ജസ്റ്റിൻ അടുത്തിരുന്ന ഒരു ഗ്ലാസ് കുപ്പിയെടുത്ത് അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഭയന്നുപോയ പല്ലവി സ്വാഭാവികമായി കണ്ണുകൾ മുറുക്കി അടച്ചു. പക്ഷേ ആ കുപ്പി അവളുടെ ദേഹത്ത് കൊണ്ടില്ല. അത്ഭുതത്തോടെ അവൾ പതിയെ കണ്ണു തുറന്ന നിമിഷം തന്നെ വായുവിൽ പാഞ്ഞു വന്ന ആ കുപ്പി ഒരു വലിയ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് അവൾ കണ്ടു. അത് അഭിമന്യുവായിരുന്നു. നീ കുറച്ച് ഓവറായി കുടിച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. ജീവനോടെ ഒരു പോറല് പോലും ഏൽക്കാതെ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയോട് മാപ്പ് പറയും. ശരി, ഇവിടെ ശരിക്കും കുടിച്ചു ബോധമില്ലാതെ നിൽക്കുന്നത് ആരാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. തൊട്ടു മുന്നിൽ നടന്നതെല്ലാം കണ്ട പല്ലവി ആകെ ഞെട്ടിപ്പോയി. സ്വന്തം കണ്ണുകളെ പോലും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ബഹളം കേട്ട് കാവ്യയുടെ പണക്കാരായ സുഹൃത്തുക്കളായ ദേവ് മേനോനും പ്രകാശ് രാജും സുഷിനും ഓടിയെത്തി. എന്താ ഇവിടെ സംഭവിച്ചത്? പല്ലവി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ നാണം ഇല്ലാത്തവൻ എന്നെ ഒറ്റയ്ക്ക് കണ്ടതും എന്നോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. അത് കേട്ടതും ദേവ് മേനോന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കാരണം ഇന്ന് പല്ലവിയുടെ മുന്നിൽ ആളാകാനായിരുന്നു അവന്റെ ഉദ്ദേശം. നാശം! നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്ത് വില കൊടുത്തും ഈ സാഹചര്യം തന്റെ നിയന്ത്രണത്തിലാക്കാൻ അവൻ തീരുമാനിച്ചു. കാരണം പ്രൈഡ് ഹോട്ടൽ അവരുടെ കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇവര് രണ്ടുപേരും എന്റെ ഭാര്യ പല്ലവിയുടെ മുന്നിൽ ഹീറോ ആകാൻ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനകം ചത്തതിന് തുല്യമായ ഒരാളെയാണ് ഇവർ ഇനിയും തല്ലിക്കൊണ്ടിരിക്കുന്നത്. മതി, നിർത്ത്. അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ തല്ലി അവൻ ചത്തുവോ? അഭിമന്യു ഭായ്, നിനക്കെന്താ ഇത്ര പേടി? ഇവിടെ വെച്ച് അവൻ ചത്താലും പേടിക്കണ്ട. ഈ ഹോട്ടലിന്റെ ഉടമ ഞാനാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒതുക്കിക്കോളാം. ജസ്റ്റിൻ തിരിച്ചൊന്നും ചെയ്യാതെ മിണ്ടാതെയാണ് അടികൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു കാര്യം അഭിമന്യുവിന് വ്യക്തമായിരുന്നു. ഇവൻ സാധാരണക്കാരനല്ല. അഭിമന്യുവിന്റെ ഈ പെരുമാറ്റം കണ്ട് പല്ലവിക്ക് അവനോട് കൂടുതൽ ദേഷ്യം വരാൻ തുടങ്ങി. മതി, ദയവായി നിർത്ത്. ആവശ്യത്തിന് തല്ലിക്കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അഭിമന്യു ഭായ്, നിനക്ക് എന്തിനാ ഇത്ര പേടി? കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ നടന്നാൽ നിനക്കും ധൈര്യം വന്നോളും അല്ലേ? അതൊരു കുത്തുവാക്കായിരുന്നു. അഭിമന്യുവിന് അത് നന്നായി മനസ്സിലായെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ദേവ് മേനോൻ ആ കഷണ്ടി തലയൻ വീണ്ടും വരുന്നത് കണ്ടത്. ഇത്തവണ അവന്റെ കൂടെ കുറെ ആളുകളും ഉണ്ടായിരുന്നു. ദേവ് മേനോൻ സാധാരണ അടിപിടിക്കാരനല്ലായിരുന്നു. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആളായിരുന്നു അവൻ. ജസ്റ്റിന്റെ ആളുകളെ ഓരോരുത്തരെയായി ദേവ് മേനോൻ നിലംപരിശാക്കി. നിങ്ങളെപ്പോലെയുള്ള ഗുണ്ടകൾക്ക് ഒരു വിലയുമില്ല. മിസ് പല്ലവി, മിസ് കാവ്യ,
നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് മറുപടിയായി പല്ലവിയും കാവ്യയും തലയാട്ടി. പല്ലവിയുടെ കണ്ണുകളിൽ തന്നെക്കുറിച്ചുള്ള ആരാധന കാണാനായിരുന്നു ദേവ്മേനോന്റെ ആഗ്രഹം. പക്ഷേ അവൻ കണ്ടത് മറ്റൊന്നായിരുന്നു. പല്ലവിയുടെ കണ്ണുകൾ പതിഞ്ഞിരുന്നത് അഭിമന്യുവിലായിരുന്നു. വാവ്, എന്റെ സിംഹമേ ദേവ്മേനോൻ ബ്രോ, നീ പൊളിച്ചു. ഇനി ഇവന്മാര് നമ്മളെ ശല്യപ്പെടുത്താൻ ധൈര്യപ്പെടില്ല എന്ന് തോന്നുന്നു. അതെ അല്ലേ? തീർച്ച. പിന്നെ ഈ തോറ്റവന്മാരെ ഇനി എന്ത് ചെയ്യണം? ഇവരെ കുഴിച്ചുമൂടാൻ ആളെ വിളിക്കട്ടെ അല്ലേ? പ്രകാശ് രാജ് അത് വെറുതെ ആളാകാൻ പറഞ്ഞതായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ലായിരുന്നു. അപ്പോഴാണ് ഹോളിൽ ആകെ മുഴങ്ങുന്ന ഗംഭീരമായ ഒരു ശബ്ദം കേട്ടത്. ഓ, അപ്പോ നിങ്ങളൊക്കെ വലിയ ധൈര്യശാലികളാണെന്നാണോ വിചാരം? എങ്കിൽ വാ, നിങ്ങളുടെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാനും ഒന്ന് കാണട്ടെ. വാ, നേരിട്ട് വന്ന് മുട്ടാൻ വാ. ഞാൻ എന്തിനു പേടിക്കണം? മുന്നോട്ട് വാ, നിന്നെയും ഞാൻ നേരിടാം. മോനെ, ഇങ്ങോട്ടൊന്ന് നോക്ക്. പക്ഷെ ദേവ്മേനോൻ അടുത്ത വാക്ക് പറയുന്നതിന് മുൻപേ അവൻ മരവിച്ചു നിന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട നിമിഷം തന്നെ അവന്റെ നാവിറങ്ങി. ഇതേതോ സാധാരണ തെരുവുകുണ്ടയല്ലായിരുന്നു. മുഖത്ത് നീണ്ടൊരു മുറിവിന്റെ പാടും ആരെയും ഭയപ്പെടുത്തുന്ന ശരീരഘടനയും. അത് വിക്കി ഭായി ആയിരുന്നു. അവന്റെ പിന്നിൽ 15 മുതൽ 20 വരെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരഘടനയൊന്ന് കണ്ടാൽ തന്നെ എല്ലാവരും പരിശീലനം ലഭിച്ച പോരാളികളാണെന്ന് മനസ്സിലാകും. ഭായ്, ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതാ. ഓ, അപ്പോ തമാശ പറഞ്ഞതാണോ? അത് നല്ല കാര്യമല്ലേ? ജീവിതത്തിൽ കുറച്ച് തമാശയൊക്കെ വേണം. നിങ്ങൾക്ക് തമാശകൾ ഒരുപാട് ഇഷ്ടമാണല്ലേ? എങ്കിൽ ഇനി നിങ്ങളെ വെച്ച് ഞാൻ കുറച്ച് തമാശ കാണിക്കും. നമുക്ക് സംസാരിച്ചു തീർക്കാം. അതെ അതെ ഭായ്. ശരി, എങ്കിൽ ഇനി കുറച്ച് രസിക്കാം. വിക്കി ഭായിയുടെ ആളുകൾ ഉടനെ പ്രകാശ് രാജിനെയും സുഷിനെയും യാതൊരു ദയയുമില്ലാതെ തല്ലാൻ തുടങ്ങി. അടിക്കടാ, എല്ലിന്റെ പൊടി പോലും ബാക്കി വെക്കരുത്. ആ കാഴ്ച മുഴുവൻ കണ്ടു നിൽക്കുന്നത് വിക്കി ഭായിക്ക് വല്ലാത്തൊരു സംതൃപ്തിയായിരുന്നു. 3 പണക്കാരായ ചെറുപ്പക്കാർ, 2 സുന്ദരികളായ പെൺകുട്ടികൾ. അവർക്കിടയിൽ ഇരുട്ടിന്റെ ഒരറ്റത്ത് ശാന്തമായി എല്ലാം നോക്കിയിരിക്കുന്ന അഭിമന്യു. ഭായ്, ഭായ് പ്ലീസ്, ഞങ്ങളോട് ക്ഷമിക്കണം. ഇവരെല്ലാം പിടിച്ചു കൊണ്ടുപോ. വിക്കി ഭായ് അവിടെയുണ്ടായിരുന്ന മറ്റാരെയും ശ്രദ്ധിച്ചില്ല. അവന്റെ നോട്ടം മുഴുവൻ വേദന കൊണ്ട് പുളയുന്ന ആ 3 അഹങ്കാരികളായ പണക്കാരായ ചെറുപ്പക്കാരിലായിരുന്നു. അവന്റെ ആളുകളിൽ ഒരാൾ കനത്ത ഇരുമ്പ് വടിയെടുത്തു. ഇവന്റെ കൈയും കാലും ഒടിക്കേ. എന്നിട്ട് വായടച്ച് വെക്കാൻ പഠിച്ചില്ലെങ്കിൽ കഴുത്ത് മുടിച്ചേക്ക്. പിന്നെ ഇവന്റെ മരണശേഷമുള്ള 13-ാം ദിവസം ഇവന്റെ മേയറായ അപ്പന് 2 കോടി എത്തിച്ചു കൊടുത്താൽ മതി. പല്ലവി ദേഷ്യത്തോടെ അലറി. ആ ശബ്ദം കേട്ട് വിക്കി ഭായ് തിരിഞ്ഞു നോക്കിയ നിമിഷം അവന്റെ കണ്ണുകൾ വിശ്വസിക്കാനാകാത്ത വിധം വിടർന്നു. മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അവന്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും അമ്പരന്നുപോയി. പല്ലവിയുടെ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് മാത്രം എല്ലാവരും ഭയക്കുന്ന വിക്കി ഭായ് എന്തിനാണ് വിയർക്കാൻ തുടങ്ങിയത്? പിന്നെ വിക്കി ഭായിയുടെ നോട്ടം പല്ലവിയെ കടന്ന് പിന്നിലേക്ക് നീങ്ങി. അവന്റെ കണ്ണുകൾ അഭിമന്യുവിലെത്തി. എല്ലാവരും അഭിമന്യു, ഇവിടെ നിന്ന് ഇറങ്ങാം വേഗം. വിക്കി ഭായിക്കും അഭിമന്യുവിനും മുൻപ് തമ്മിൽ പരിചയമുണ്ടോ? അഭിമന്യു യഥാർത്ഥത്തിൽ തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച ഒരു കോടീശ്വര അവകാശിയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവൻ ഇത്രയും അപമാനങ്ങൾ സഹിച്ച് ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പാവം മരുമകന്റെ ജീവിതം നയിക്കുന്നത്? പല്ലവിയുടെ അച്ഛനായ രവിചന്ദ്രൻ ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനെന്ന് തോന്നിക്കുന്ന അഭിമന്യുവുമായി സ്വന്തം മകളെ എന്തിനാണ് വിവാഹം കഴിപ്പിച്ചത്? അഭിമന്യുവിന്റെ യഥാർത്ഥ വ്യക്തിത്വം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുന്ന ദിവസം എന്തായിരിക്കും സംഭവിക്കുക?
ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയുവാൻ ഇപ്പോൾ തന്നെ കേൾക്കൂ ദ ബോസ് പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.